മെയ് 4 ഈസ്റ്ററിൻ്റെ 5-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 14, 21 മുതൽ 26 വരെ വാക്യങ്ങൾ. വിശുദ്ധ അഗസ്റ്റിൻ താൻ എഴുതിയ ഏറ്റവും മികച്ച ഭാഗങ്ങളിലൊന്ന് ഈ ചോദ്യത്തോടെ അവതരിപ്പിക്കുന്നു: സ്നേഹം എങ്ങനെയിരിക്കും? ദൈവശാസ്ത്രപരമോ ദാർശനികമോ ആയ വാക്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അദ്ദേഹം ലളിതമായി പറയുന്നു: മറ്റുള്ളവരെ സഹായിക്കാൻ സ്നേഹത്തിന് കൈകളുണ്ട്. ദരിദ്രരെയും അവശരെയും സന്ദർശിക്കുവാൻ അതിന് കാലുകളുണ്ട്. ദുരിതവും ദാരിദ്ര്യവും കാണാൻ അതിന് കണ്ണുകളുണ്ട്. മറ്റുള്ളവരുടെ നെടുവീർപ്പുകളും സങ്കടങ്ങളും കേൾക്കാൻ അതിന് കാതുകളുണ്ട്. സ്നേഹം അങ്ങനെയാണ് കാണപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷ വായനയിലും യേശു സ്നേഹത്തെക്കുറിച്ച് പ്രായോഗികമായ രീതിയിൽ സംസാരിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ ഉപദേശം അനുസരിക്കും. അവസാന അത്താഴ സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാർക്കുള്ള വിടവാങ്ങൽ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. തന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ താൻ നൽകിയ ഉപദേശങ്ങൾ നടപ്പിലാക്കുന്നവരാണ്. വാക്കുകൾ മാത്രം പോരാ. ശിഷ്യനിൽ നിന്ന് യഥാർത്ഥ സ്നേഹം ഉള്ളിടത്ത് യേശു ആ സ്നേഹം തിരികെ നൽകുകയും തൻ്റെ ശിഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. പിതാവിനോടൊപ്പം ആ വ്യക്തിയിൽ വസിച്ചുകൊണ്ട് അവൻ ഇത് ചെയ്യും. യേശു വീണ്ടും തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നു: താൻ അവർക്ക് കൈമാറുന്നതെല്ലാം ആത്യന്തികമായി പിതാവിൽ നിന്നാണ് വരുന്നതെന്നും അല്ലാതെ തന്നിൽ നിന്ന് മാത്രമല്ലെന്നും. അവൻ മധ്യസ്ഥനാണ്, അവൻ വഴിയാണ്, അവൻ ദൈവവചനമാണ്. അവൻ അവരിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ്, പാരക്ലീറ്റ്, ഈ പങ്ക് ഏറ്റെടുക്കും. പാരക്ലീറ്റ് എന്ന വാക്കിന് നിരവധി അർത്ഥങ്ങളുണ്ട്. പ്രതിയുടെ അരികിൽ നിന്ന് കേസ് നടത്തുന്നതിൽ അവനെ പിന്തുണയ്ക്കുന്ന ഒരു കോടതിയിലെ പ്രതിഭാഗം അഭിഭാഷകൻ എന്ന് ഇതിനെ അർത്ഥമാക്കാം. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് പിന്തുണയും ആശ്വാസം നൽകുന്ന ഏതൊരു വ്യക്തിയെയും ഇത് അർത്ഥമാക്കാം. യേശു തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിയതിന് ശേഷം ആത്മാവ് സഭയിൽ ആ പങ്ക് വഹിക്കും. ആത്മാവ് ഇപ്പോഴും ആ പങ്ക് വഹിക്കുന്നു. യേശു പറഞ്ഞതെല്ലാം മനസ്സിലാക്കുവാൻ ശിഷ്യന്മാരെ സഹായിക്കും എന്നതാണ് ആത്മാവിൻ്റെ പങ്ക്. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ആന്തരിക ശബ്ദമാണവൻ. അവർക്കും ലോകത്തിനും വേണ്ടി ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ ആത്മാവ് അവരെ സഹായിക്കും. ക്രിസ്തു തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമാണെന്ന് ആത്മാവ് അവരെ കാണിക്കുകയും യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും പ്രവൃത്തികളുടെയും അടയാളങ്ങളുടെ അർത്ഥം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.